സുജയ, തീർച്ചയായും. അതായത് 2 ഡിവിഷനുകളുണ്ട്. ആ 2 ഡിവിഷനുകളുള്ള ആളുകൾ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഈ ചേറൂർ എന്ന് പറയുന്ന വിയൂരിൽ നിന്ന് വരുന്ന പാതയാണ് തൃശ്ശൂർ നഗരത്തിലേക്ക് എളുപ്പത്തിലെത്താനും അതോടൊപ്പം തന്നെ ഈ ഗതാഗത കുരുക്കൊക്കെ ഒഴിവാക്കാനും വേണ്ടി നിരവധി വാഹനങ്ങൾ വരുന്ന പ്രദേശമാണ്. പക്ഷേ ഇപ്പോഴും ഈ ആന പ്രധാന പാതയിലേക്ക് ഇറങ്ങിയിട്ടില്ല. ആദ്യഘട്ടത്തിലൊക്കെ സുജയ ഒരു കാർ അവിടെ തകർത്തിരിക്കുന്നു. നമ്മൾ ആദ്യം കാണിച്ച വാഹനം ദൃശ്യമുണ്ടല്ലോ സുജയ, ആ ഒരു കാർ ആദ്യം ഞാൻ ആന ചെറിയ രീതിയിൽ കൊമ്പുപയോഗിച്ച് കുത്തിയെന്ന് പറഞ്ഞ കാർ പൂർണ്ണമായും ിലേക്ക് പോയാൽ നമുക്ക് കാണാം ആ കാർ. അതായത് അതിന്റെ അർത്ഥം സൂരജ് ഏകദേശം 1 കിലോമീറ്റർ ആനയ്ക്ക് പിന്നാലെ പോയിട്ടുണ്ട്. ആ വാർഡിലെ ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവിൽ ആന ഇപ്പോൾ പരിഭ്രാന്തനായി നടക്കുകയാണ്. അത് വിരണ്ടോടുകയാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ വിരണ്ടോടുന്ന ആനയാണ്. ആ വിരണ്ടതിനിടയിലാണ് ആന ആ കാറ് കുത്തിമറിച്ച് ഇട്ടിരിക്കുന്നത്. നേരത്തെ അത് സമാന്തരമായി കിടക്കുന്നതാണ് നമ്മൾ കണ്ടതെങ്കിൽ ഇപ്പോൾ അത് വീണ്ടും കുത്തി മറിച്ചിട്ടിരിക്കുകയാണ്. ആന മറുഭാഗത്തേക്കാണ് പോയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ പ്രദേശത്തൊക്കെ വീടുകളുണ്ട്. നിങ്ങൾ പോകുമ്പോൾ നിങ്ങളും സൂക്ഷിക്കണം. സൂരജിനൊപ്പമുള്ള മറ്റു മാധ്യമ പ്രവർത്തകരോടും പറയണം സൂക്ഷിച്ചു പോകാൻ. ആന തകർക്കുന്നു. ആന ഇപ്പോൾ അവിടെ വ്യാപക നാശനഷ്ടം സുജയ, ആന അവിടെ വ്യാപക നാശനഷ്ടം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത്. വ്യാപകമായ നാശനഷ്ടം ആന ഉണ്ടാക്കുന്നു. പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്കാണ് ആന പോയിരിക്കുന്നത്. പിടിച്ചാൽ കിട്ടാത്ത രീതി, മലയാളത്തിൽ പറഞ്ഞാൽ അത് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ഒരു തരത്തിലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. വ്യാപക നാശനഷ്ടം ആന ഉണ്ടാക്കുകയാണ്. ആന ഏത് ദിശയിലേക്ക് ഓടുമെന്ന് പറയാൻ കഴിയുന്നില്ല. ഏത് വാഹനങ്ങൾ തകർക്കുമെന്ന് പറയാൻ കഴിയുന്നില്ല. വല്ലാത്തൊരവസ്ഥ. അതായത് പൊതുജനത്തെ സംബന്ധിച്ചും നാട്ടുകാരെ സംബന്ധിച്ചും ഒക്കെ എന്ത് ചെയ്യും ആന എന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥ. ഇപ്പോൾ ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ആനയെ തളയ്ക്കാൻ, വടം ഉപയോഗിച്ച് തളയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ആനയുടെ ചങ്ങലയിൽ ഉണ്ടായിരുന്ന വടമാണ്. ആ വടം ആ പോസ്റ്റിൽ കെട്ടാൻ ശ്രമിച്ചു. പക്ഷെ അതുകൊണ്ട് കാര്യമുണ്ടായില്ല. ആന വീണ്ടും ഓടി എന്നുള്ളതാണ് പറയുന്നത്. ആനയെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ആന ജനവാസ മേഖലയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശിവം ലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ്, വർക്കല സ്വദേശിയുടെ ആനയാണ്, ലക്ഷ്മി ഗ്രൂപ്പിന്റെ ആന. ആ ആനയുടെ ഉടമസ്ഥരടക്കം നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. അവരും ഇപ്പോൾ നമ്മൾ വിളിച്ചപ്പോഴാണ് ആന ഇടഞ്ഞത് അറിഞ്ഞത്. സൂരജ, നമ്മൾ ഈ ആനയുടെ ഉടമസ്ഥരെ ഫോൺ വിളിച്ചു. പക്ഷേ അവരും നമ്മൾ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. MLA അങ്ങോട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ BJP നേതാവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണന്റെ വീടിരിക്കുന്ന ഭാഗത്താണ് കൂടി ആന പോകുന്നത് കണ്ട് അദ്ദേഹവും പരിഭ്രാന്തിയിൽ നമ്മളോട് സംസാരിച്ചു. നാട്ടുകാരാകെ പരിഭ്രാന്തിയിലാണ്. മാത്രമല്ല ഈ വഴിയിലൂടെ ഷോർട്ട് കട്ട് എടുത്ത് വരുന്ന ആളുകൾ, അങ്ങനെ പോകുന്ന ഒരു റോഡ് കൂടിയല്ലേ ഇത്? തീർച്ചയായും സുജയ, അതായത് ഈ ചേറൂർ എന്ന് പറയുന്നത് ഈ ഷോർട്ട് കട്ട് എടുത്ത് പോകുന്ന പ്രദേശമാണ്. അതായത് പ്രധാന പാത തന്നെയാണ്. പ്രധാനപ്പെട്ട പാതയാണ്. ഈ ആന എപ്പോൾ വേണമെങ്കിലും വരാം, ഈ മേഖലയിലേക്ക് വരാം. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഓട്ടോറിക്ഷ അടക്കം മാറ്റുന്നതാണ് ദൃശ്യത്തിൽ കാണുന്നത്. ഈ ആന വരാൻ സാധ്യത. വനമന്ത്രി ഷിബു ബേബി ജോൺ ഇക്കാര്യം അറിയിച്ചു. അദ്ദേഹം തിരക്കിലാണെന്നാണ് പറഞ്ഞത്. ഇതൊക്കെയൊന്ന് തിരക്കാനാണ് അദ്ദേഹത്തിന് ആ വകുപ്പ് കൊടുത്തതെന്ന് തിരിച്ചു പറയുകയാണ് നമ്മൾ. എന്തായാലും വീടുകളിലേക്കൊക്കെ ആന കയറിയാൽ അത് വലിയ നാശനഷ്ടത്തിലേക്ക് പോകും. ധാരാളം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ജനവാസ മേഖലയാണ് ഈ 2 വാർഡുകളും. ആന ഇപ്പോൾ ആ റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ആളുകൾ പരിഭ്രാന്തരാകരുത്. നിങ്ങൾ വീടുകൾക്കുള്ളിൽ തന്നെ തുടരുക. പുറത്തേക്ക് പരമാവധി ഇറങ്ങാതിരിക്കുക. അതാണ് നമുക്ക് പറയാനുള്ളത്. കൃത്യമായി ഈ ഭാഗത്തുള്ളവർ ശ്രദ്ധിക്കണം. തൃശ്ശൂർ നഗരത്തിൽ വിയൂരിലാണ് സ്ഥലമാണ്. ഈ സ്ഥലത്താണ് ആന ഇപ്പോൾ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. സൂരജ്, അടുത്ത നീക്കം എന്താണെന്ന് ആലോചിച്ച് നിൽക്കുകയാണോ? സുജയ, ആനയ്ക്ക് വെള്ളമൊഴിച്ച് തണുപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് പാപ്പാന്മാർ നടത്തുന്നത്. വെള്ളമൊഴിച്ച് തണുപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. ആനയുടെ കാലിലൊരു ചങ്ങലയുണ്ട്. ആ ചങ്ങല അവിടെ എവിടെയോ കടിപ്പിച്ചിരിക്കുന്നു. അതായത് ആനയെ തളയ്ക്കുന്നതിൻ്റെ ഒരു ഭാഗമായി അവിടെ ഏതോ ഒരു ചെറിയ മരത്തിൽ ആ ചങ്ങല കുടുക്കി എന്ന് വേണം നമുക്ക് കണക്ക് കൂട്ടാൻ. കാരണം ആന അവിടെ വലിയ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. ആ വീടിൻ്റെ മതിലും ഗേറ്റും ഒക്കെ തകർത്ത് നിലയുറപ്പിച്ച ആനയാണ്. അവിടെ നിന്ന് വെള്ളമൊക്കെ കൊടുത്ത് ആന മുന്നോട്ട് നീങ്ങുന്നു. സുജയ, ആ വീടിൻ്റെ അരികിലൂടെ ആന മുന്നോട്ട് നീങ്ങുന്നു. വീണ്ടും ആന നീങ്ങി. അതായത് ആനയെ തളയ്ക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ആനയെ തളയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആന വീണ്ടും പരിഭ്രാന്തിപ്പെട്ട് നീങ്ങുകയാണ്. ആ വീടിന്റെ മുന്നിലൊക്കെ സന്ദീപ്, ഇവിടെ മുന്നിലൊക്കെ വ്യാപക നാശനഷ്ടമാണ് ആന വരുത്തിയിരിക്കുന്നത്. ആ വീടിന്റെ മുൻവശം ഉണ്ടായിരുന്ന ഗേറ്റും
മറ്റു സാധനങ്ങളുമൊക്കെ ആന തകർത്തത്. ആ വടവുമായി ആനക്കാരൊക്കെ പുറകെ ഓടുന്നുണ്ട്. ഇനിയിപ്പോൾ ആന എങ്ങനെയായിരിക്കും വരിക? നമുക്ക് ആ മുന്നറിയിപ്പ് പ്രേക്ഷകരിലേക്ക് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് ചേറൂർ സെക്കൻഡ് സ്ട്രീറ്റ്, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ആണ്. തൃശ്ശൂർ നഗരത്തോട് ചേർന്നുള്ള ഭാഗമാണ്. അവിടേക്ക് നിങ്ങൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ യാത്രയൊന്ന് മാറ്റിവെക്കുക. അവിടെ ആന ആ ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിലാണ് കുറച്ച് നേരമായി നിന്ന് കറങ്ങുന്നത്. വാഹനങ്ങൾ തകർത്തിട്ടുണ്ട്, ഒരു വീടിന്റെ ഗേറ്റ് തകർത്തിട്ടുണ്ട്. ആന വിരണ്ടോടുന്ന ഒരു സാഹചര്യമാണ്. ആനയെ തളയ്ക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പാപ്പാന്മാർ ആ ഭാഗത്തുണ്ട്. പക്ഷേ കഴിഞ്ഞ 1 മണിക്കൂറായി ചേറൂർ മേഖലയിൽ പരിഭ്രാന്തി വിതച്ചുകൊണ്ട് ശിവൻ ലക്ഷ്മി അയ്യപ്പൻ എന്ന ആന വിരണ്ടോടുകയാണ്. ആനയുടെ ഉടമസ്ഥരെ ഞങ്ങൾ വിവരം അറിയിച്ചിട്ടുണ്ട്. ആന വർക്കല സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. ആനയുടെ ഉടമസ്ഥരെ നമ്മൾ വിവരം അറിയിച്ചിട്ടുണ്ട്. MLA രാജൻ ജെ പല്ലനെ വിവരം അറിയിച്ചിട്ടുണ്ട്. മന്ത്രിയെ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചു, പക്ഷേ മന്ത്രിയോട് സംസാരിക്കാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഇക്കാര്യത്തിൽ പെട്ടെന്ന് ഇടപെടൽ ഉണ്ടാകണം. ആന കൂടുതൽ നാശനഷ്ടം വരുത്തുന്നതിന് മുൻപേ ജനജീവിതം സുഗമമാക്കുന്നതിന് വേണ്ടി എത്രയും പെട്ടെന്ന് ആനയെ തളയ്ക്കണം. 1 മണിക്കൂറോളമായി വനവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഒരു അനക്കവും ഇല്ലല്ലോ സൂരജ്. ഇവരൊക്കെ ഉറങ്ങുകയാണോ? സുജയ, പോലീസൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആന ഇപ്പോൾ ഈ പോകുന്നത് ഈ മതിലുകൾ തകർത്ത് വീടുകൾക്കിടയിലൂടെ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ ദൃശ്യത്തിൽ ആനയെ കാണാൻ കഴിയാത്തത്. ആ വീടിന്റെ ഗേറ്റ് പൊളിച്ച് അകത്ത് കയറി ആന അതിന്റെ പിൻവശത്തെ മതിലുകളൊക്കെ തകർത്താണ് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആന ഏതൊക്കെ രീതിയിൽ, അതായത് അത്രമാത്രം വയലന്റ് ആയിരിക്കുന്നു ആന. ഇപ്പോൾ ഏത് വശത്തുകൂടി ആന ഇറങ്ങി വരും എന്നുള്ള അറിയില്ല. എല്ലാ ഭാഗത്തും ഇപ്പോൾ പോലീസ് അതോടൊപ്പം തന്നെ നാട്ടുകാരും എല്ലാം ചേർന്ന് ബന്ദോബസ്താക്കുന്നുണ്ട്. കാരണം ഈ ഒരു വീടിന് പുറകുവശത്താണ് ആന നിൽക്കുന്നത്. ഒരു വീടിന്റെ മുൻവശത്തെ സൂരജ്, ഈ ആന പ്രേമികളൊക്കെ പറയുന്നുണ്ട് ആനയുടെ തലയൊന്ന് തണുപ്പിക്കൂ എന്ന്. വിരണ്ടോടിയ ആനയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ശ്രമങ്ങളൊക്കെ പാപ്പാന്മാർക്ക് സാധിച്ചിട്ടുണ്ടോ? സുജയ, ചോദ്യം ആവർത്തിക്കുമോ? അതായത് ആനയുടെ തല തണുപ്പിക്കാൻ വെള്ളമൊഴിക്കാൻ അവിടെ ശ്രമിക്കുന്ന കണ്ടിരുന്നു. ഒന്ന് തല തണുപ്പിച്ചാൽ കുറച്ച്, ആനയുടെ ദേഹം തണുപ്പിച്ചാൽ കുറച്ചൊന്ന് അടങ്ങുമെന്ന് ആനപ്രേമികളൊക്കെ സന്ദേശം അയക്കുന്നുണ്ട്. സുജയത, ആന ഇപ്പോൾ പുറകുവശത്തെ മതിൽ തകർത്ത്, ആ വീടിന്റെ പുറകുവശത്തെ മതിൽ തകർത്ത് അടുത്ത കോമ്പൗണ്ടിലേക്ക് കയറിയിരിക്കുന്നു. വീണ്ടും ഗേറ്റുകൾ തകർക്കുകയാണ്. വീണ്ടും ഗേറ്റുകൾ തകർക്കുന്നു. വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട്. വെള്ളമൊക്കെ അവിടെ പുറകിൽ ആളുകൾ അടുത്തേക്ക് പോകാതിരിക്കാൻ പറയൂ. സൂരജ്, അവിടെയുള്ള ആളുകളോടൊന്ന് മാറാൻ പറയൂ. ആന പരിചയമില്ലാത്ത ഒരുപാട് പേരെ ഒരു കൂട്ടമായി കാണുമ്പോൾ അത് വീണ്ടും അതിന്റെ ആ ഒരു പരിഭ്രാന്തി കൂടുകയുള്ളൂ. ആന ഒരു സാധു ജീവിയാണ്, അതിനെ വിരട്ടുകയാണല്ലോ. അതായത് അത് കൂടുതൽ വിരളുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാതെ ആളുകളോട് ഒന്ന് മാറി നിൽക്കാൻ പറയൂ. അവിടെ ഒരു വീടിന്റെ മേൽക്കൂര തകർക്കുകയാണ്. ആ വീടിനോട് ചേർന്നുള്ള ഷെഡാണ്. ആ ഷെഡിന്റെ മേൽക്കൂര തകർക്കുകയാണ്. പക്ഷെ ആനയെ തളയ്ക്കാനുള്ള ശ്രമം പാപ്പാന്മാർ നടത്തുന്നുണ്ട്. അവർ അതിനകത്തേക്ക് കയറി ഒരു വീടിനകത്തേക്ക് വീടിന്റെ മേൽക്കൂര അടക്കം ആന തകർക്കുകയാണ്. പാപ്പാന്മാർ അവിടെ കയറി ആനയെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ആന പോലീസെത്തി ആളുകളെ മാറ്റിയോ സൂരജ്? ആനയെ തളയ്ക്കാനുള്ള ശ്രമത്തിനൊപ്പം തന്നെ അവിടെയുള്ള ആൾക്കൂട്ടത്തെ മാറ്റാൻ പോലീസ് ഇടപെട്ടിട്ടുണ്ടോ? സുജയ, ആൾക്കൂട്ടത്തെയൊക്കെ മാറ്റി. ആൾക്കൂട്ടമൊക്കെ ഇപ്പോൾ ഒരു 50 മീറ്റർ അകലത്തിലാണ് നിൽക്കുന്നത്. എല്ലാവരും, അതായത് നമ്മളടക്കമുള്ളവർ ഒരു 50 മീറ്ററിന് മുകളിൽ മാറിയാണ് നിൽക്കുന്നത്. അത് ഒരു 4-5 വീടിനൊക്കെ അപ്പുറത്താണ് നമ്മളൊക്കെ നിൽക്കുന്നത്. പക്ഷേ ആനത ഇപ്പോൾ നിൽക്കുന്ന ആ വീടിന്റെ അവിടെ ഉണ്ടായിരുന്ന മേൽക്കൂര പൂർണ്ണമായും തകർത്തിരിക്കുന്നു. അതൊരു വീടിനോട് ചേർന്നുള്ള ചായ്പ് പോലുള്ള പ്രദേശമാണ്. അതല്ലേ, ചായ്പാണ് അവിടെ ഉള്ളത്? അതൊരു വീടാണ് ഇപ്പോൾ വീടിന്റെ മേൽക്കൂരയാണ്. അതാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസിയാണ് നമ്മൾ സംസാരിച്ചത്. അവിടെ ഉണ്ടായിരുന്ന ഒരു മേൽക്കൂരയാണ് ആന തകർത്തത്. പക്ഷെ അതിപ്പോഴും ആന വ്യാപകമായി തകർക്കുന്നുണ്ട്. വ്യാപകമായി തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ആന ഏത് വഴി ഇനി പുറത്തേക്ക് വരും എന്നുള്ളതാണ്. വടമെടുത്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ സൂരജ്, ദൃശ്യങ്ങളിൽ കാണാം എനിക്ക്, വടവുമായി അവിടേക്ക് ആനയെ തളയ്ക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ആ